ഹായ്, ഞാൻ റഫീഖ് വിടകല, അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതായത് കുറച്ച് മുമ്പിട്ട്, അതായത് ഒരു 5-6 മാസം മുമ്പിട്ട് എൻ്റെ നാട്ടിൻപുറത്തുള്ള ഒരു മൂസക്ക എൻ്റെ വൈഫിനോട് പറഞ്ഞു, റഫീഖ് എന്തിനാ നിന്നെ ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നത്, അതൊരു നല്ലതല്ലല്ലോ. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അവളൊരു നാട്ടിൻപുറത്തുകാരിയായതുകൊണ്ട് അവളോട് അദ്ദേഹത്തിന് സംസാരിക്കാം. അതേസമയത്ത് എൻ്റെ കസിൻ്റെ വൈഫിനോട് സംസാരിക്കാൻ പോയിട്ട് അവരുടെ 7 അകലത്ത് അവർ പോവില്ല. കാരണം അത് വേറെ ലെവലാണ്, ക്വാളിഫൈഡ് ആണ്, ഇപ്പം ഗൾഫിലാണ്, ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ. പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത് നാട്ടിൽ ആർക്കും ഇദ്ദേഹത്തിന് താല്പര്യമില്ല. എപ്പോഴും ഇങ്ങനെ പ്രദൂഷണം പറഞ്ഞ് ഫിത്ന ഫസാദിന്റെ മീമത്ത് പറഞ്ഞു നടക്കുന്ന ആളാണ്. അപ്പോ അതേ പേരിലുള്ള വേറൊരു മുസക്കുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റിന്റെ വാപ്പ. അദ്ദേഹം ചോദിച്ചപ്പോൾ തന്നെ പറയുന്നറിയോ, അദ്ദേഹത്തിന് എന്റെ ഒരു മുറം വെച്ചിട്ട് മറ്റുള്ളവന്റെ അരമുറം പറയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കളൊക്കെ പ്രശ്നമാണ്. മക്കളൊക്കെ കല്യാണം കഴിച്ച് വിട്ടുകൊടുത്തിട്ട് ഡൈവേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അവരെ പറ്റി മോശം പറഞ്ഞു നടക്കല അവരെ ഇത്. പക്ഷേ അന്വേഷണം കുറച്ചു കാലം യൂട്യൂബും ചെയ്യാതെ നിന്നു. മാനസികമായിട്ട് വെറുത്തുപോയി. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ തന്നെന്ന് വെച്ചാല്, ഈയിടെ ഒരു 2 ആഴ്ച മുമ്പിട്ട് റാസൽ ഖൈമയിലുള്ള ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങി കുറെ നാളായതോ? ഞാൻ കുറച്ചു കാലമായി, പല സബ്ജക്റ്റും ചെയ്യും. വെറുതെ റൂമിലിരുന്ന് മറ്റുള്ളവന്റെ പ്രദർശനം പറഞ്ഞിട്ടല്ലോ, ഒരു പാഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് വീണ്ടും എഗൈൻ ഒന്നും കൂടെ ഒരു പാഷനോട് ചെയ്താ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ, അത് നിങ്ങൾ വളരെ നല്ലതാണ്, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാപ്പിയായി, അതൊരു മോട്ടിവേഷനാണ്. പിന്നെ അതിന്റെ മുമ്പിട്ടൊരു 1.5 മാസം തൊട്ട് ഞാൻ ഹംദാൻ വഴി നടന്നു പോകുമ്പോൾ ഒരു മലപ്പുറം സ്വദേശി ഓടി വന്നു. എന്നോട് പറഞ്ഞ് അദ്ദേഹം ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സംഭവം ചെയ്യുന്നില്ലേ, എനിക്ക് വളരെ ഉപകാരമാണത്, ഞാനത് കുറേയൊക്കെ എഴുതി വെക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ സ്കൂളും കോളേജിൽ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളും മറന്നതൊക്കെ വീണ്ടും ഓർമ്മിക്കാനും അല്ലാത്ത പുതിയ വേർഡ്സ് നമുക്ക് കിട്ടാനും വളരെ ഉപകാരപ്പെടുന്നതാണ്. അതാണ് മനുഷ്യർ പല വിധമുണ്ടല്ലോ, നമ്മൾ ഫിംഗേഴ്സ് പല വിധത്തിലല്ലേ. അതായത് ഞാൻ റഫീഖ് വടകര. വരൂ കുട്ടികളെ, നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം. ഞാൻ പഠിക്കുകയാണ്, കൂട്ടത്തിൽ നിങ്ങളും. പാർട്ട് 189 പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറയുന്നത്. പ്രക്ഷേപണം, നോൺ ഫോം ബ്രോഡ്കാസ്റ്റിംഗ്, BROADCASTING. പ്രക്ഷോഭണം, നോൺ ഫോം ബ്രോഡ്കാസ്റ്റിംഗ്. പ്രക്ഷോഭം, നോൺ ഫോം എജിറ്റേഷൻ. പ്രക്ഷോഭം, നോൺ ഫോം എജിറ്റേഷൻ, AGITATION. പ്രാചീന, അഡ്ജക്റ്റീവ് ആൻഷ്യന്റ്, ANCIENT. പ്രാചീന, അഡ്ജക്റ്റീവ് ആൻഷ്യന്റ്. പ്രാണവായു, നോൺ ഫോം ഓക്സിജൻ, OXYGEN. പ്രാണവായു, നോൺ ഫോം ഓക്സിജൻ. പ്രാണസങ്കടം, നോൺ ഫോം എഗണി. പ്രാണസങ്കടം, നോൺ ഫോം എഗോണി, AGONY, അല്ലെങ്കിൽ ആഗണി എന്നും പറയാം. പ്രാധാന്യം, നോൺ ഫോം ഇമ്പോർട്ടൻസ്, IMPORTANCE. പ്രാധാന്യം, നോൺ ഫോം ഇമ്പോർട്ടൻസ്. പ്രാപ്തൻ, നോൺ ഫോം ഏബിൾ വൺ. പ്രാപ്തൻ, നോൺ ഫോം ഏബിൾ വൺ. പ്രാപ്തി, നോൺ ഫോം എബിലിറ്റി. പ്രാപ്തി, നോൺ ഫോം എബിലിറ്റി, ABILITY. പ്രായച്ചിത്തം, നോൺ ഫോം അറ്റോൺമെന്റ്. പ്രായച്ചിത്തം, നോൺ ഫോം അറ്റോൺമെന്റ്, ATONEMENT. പ്രായം, നോൺ ഫോം ഏജ്. പ്രായം, നോൺ ഫോം ഏജ്. ഇനി അടുത്തത് 189 ഇപ്പം കഴിഞ്ഞത്, അടുത്തത് 190 കാണാം. ഞാൻ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റഫീഖ് വടകര. Thank you.